ഇന്നത്തെ സദസ്സിനെ എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. പ്രക്ഷുബ്ധമായിരിക്കുന്ന ഈ കാലത്ത് ഞാൻ അവതരിപ്പിക്കുന്നു വില്യം ഷെറോണിന്റെ നോവൽ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കണത്തിലേക്ക് പിച്ച് വെച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കി. എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ. പോളണ്ടിൽ കത്തോലിക്കരുടെ തെരുവിൽ നിരവധി ഫ്ലാറ്റുകൾ. രാത്രിയേറെ അതിലൊരു ഫ്ലാറ്റിന്റെ പുറത്തേക്കുള്ള ജനാല സാവകാശമടങ്ങി. ആ ജനാലക്കിടയിലൂടെ ഒരു കുഞ്ഞിന്റെ നിലവിളി അരിച്ചരിച്ചിറങ്ങുന്നുണ്ട്. ആരോ ആ കുഞ്ഞിനെ മൃദുവായി ശകാരിക്കുന്നുമുണ്ട്. അതെ, അത് സോഫിയുടെ വീടാണ്. സോഫി അതിസുന്ദരിയായ ഒരു കത്തോലിക്കൻ യുവതി. ഹിറ്റ്ലറുടെ നാസിപ്പട്ട തന്റെ ഭർത്താവിനെ അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, കൊലിയുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരിപ്പൂശ സോഫി. പക്ഷേ വിധിയുടെ കൈകൾ തഴുകുമ്പോൾ അത് സോഫിക്കിപ്പോൾ ഒറ്റ സ്വപ്നം മാത്രം. തന്റെ കുട്ടികൾ ജാൻ, ഈവ. മൂത്തവൾ ജാൻ, ഇളയവൾ ഈവ. ജാൻ മിടുക്കനാണ്, അച്ഛനെ പോലെ. ഇവ കുറുമ്പുകാരിയാണ്. എന്നാൽ എന്താ, മാലാഖിയുടെ ചന്തമാണല്ലോ. പക്ഷേ ഇവരെ എങ്ങനെ വളർത്തും? ഒരു കഷ്ണം റൊട്ടി പോലും എവിടെയും കിട്ടാനില്ല. പുറത്തിറങ്ങാൻ കഴിയില്ല. ഹിറ്റ്ലറുടെ പട്ടാളം ജൂതന്മാരെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഗ്യാസ് ടേബിളിൽ തള്ളുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നമ്മേ. ഇവ നിലവിളിക്കാൻ തുടങ്ങി. കരയരുത്, നേരം വെളുത്തോട്ടെ. ഇല്ലമ്മേ, ഞാനിപ്പോ ചത്തുപോകും. എന്റെ പാവക്കുട്ടിക്കും വിശക്കുന്നമ്മേ. കയ്യിലിരുന്ന പാവക്കുട്ടിയെ അവൾക്ക് ഇത് നമ്മുടെ വീടല്ലേ അമ്മേ. നിരത്ത് മുഴുവൻ പോലീസും പട്ടാളമാണ്. കാണുന്നവരെ മുഴുവൻ അവർ പിടിച്ചു കൊണ്ടുപോകുന്നു. പേടിച്ചു കൊണ്ടുപോകാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് കണ്ണും മൂക്കും ഒന്നുമില്ല. പോളണ്ടിലെ ജൂതന്മാരെ മുഴുവൻ ഹിറ്റ്ലർ മെഡഗാസ്കറിലേക്ക് നാട് കടത്തുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. ജൂതന്മാർ മാത്രമല്ല, ഫാസിസത്തിന്റെ കുഴലൂത്തുകാർ പോലും രക്ഷപ്പെടുന്നില്ല. ബന്ധങ്ങളിൽ ഇനി സ്വന്തമെന്നോതുവാൻ സ്വപ്നങ്ങൾ പോലുമില്ല, സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല. ഒരു ദിവസം ജർമ്മൻ സൈന്യം കന്യാകുമാരി മഠത്തിലേക്ക് ഇരച്ചു കയറി. ദൈവത്തിന്റെ മണവാട്ടികൾ വിഹലതയോടെ പരക്കം പാഞ്ഞു. മാനം കാക്കാനായുള്ള ആർത്തനാദങ്ങൾ. ഓഫീസറുടെ കൽപ്പന. കവചിത വാഹനങ്ങൾ പൊളിഞ്ഞു. വിലക്ക് പരിശീലനം നൽകി വേട്ടനായ്ക്കൾ പുറത്തേക്ക് കുതിച്ചു. ആ കന്യന്മാർക്ക് നേരെ ചാടി വീണു. പച്ച മാംസം കടിച്ചു പറിക്കുന്നു. പരിശുദ്ധരായ പെൺകിടാങ്ങൾ പിടഞ്ഞ് നിലവിളിക്കുമ്പോൾ ജർമ്മൻ സൈന്യം മത്തിലേറി. കർത്താവിന്റെ പൂമണവാട്ടികളയ്യ, കർത്താവിന്റെ ലോകം പോകുന്നയ്യ, കർത്താവിന്റെ പൂമണവാട്ടികളയ്യ, കർത്താവിന്റെ ലോകം പോകുന്നയ്യ. കർത്താവിന്റെ മണവാട്ടികൾ ഇപ്പോൾ കന്യകമാരല്ലല്ലോ. മണിക്കൂറോളം ആ താണ്ഡവ നൃത്തം തുടർന്നു. മഠവും പരിസരവും രക്തം തളം കെട്ടി നിന്നു. ആർത്തനാദങ്ങൾ ക്രമേണ നിരക്കങ്ങളായി, പിന്നീട് നേർത്ത് നേർത്ത് നിലച്ചു. ജൂതന്മാർ മാത്രമല്ല, എല്ലാവരും കശാപ്പ് ചെയ്യപ്പെട്ടു. ആരും ചോദിക്കാൻ, ആരോട് പറയാൻ. സോഫി അവളുടെ കണ്ണുകൾ തുടച്ചു. ഇവ അവൾക്കരികിലേക്ക് ഓടിയെത്തി. അമ്മേ, അമ്മേ, എന്തിനാ കരയുന്നേ? വിശന്നിട്ടാണോ? എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നമ്മേ. എങ്ങനെയോ ഒന്നും കഴിച്ചില്ല. എന്റെ വിശപ്പ് സാരമില്ലായിരുന്നു. എന്റെ പൊന്നുമോളെ. സോഫി അവിടെ
അത് വെറും വാക്കാണെന്ന് അവൾക്ക് തന്നെ അറിയാം. വീണ്ടും ഉണർന്നു. എടി, എനിക്കും കൊണ്ടുവാടി ഇറച്ചി. അമ്മേ, ഇറച്ചി എന്ന് പറഞ്ഞ് ബഹളമുണ്ടാകരുത്. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇറച്ചി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ജർമ്മൻ സൈന്യത്തിന് മാത്രമുള്ളതാണ്. അത് സാധാരണ പൗരന്മാർ കഴിക്കുന്നത് ജർമ്മൻ സൈന്യം വിലക്കിയിരുന്നു. എടി, എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. വിശപ്പിന്റെ ഭ്രാന്ത്. കഥകിലാരോ തട്ടുന്നു. അമ്മേ, മിണ്ടരുത്, മിണ്ടരുത്, കൊണ്ടുവാടി. വീണ്ടും തട്ടുന്നു. സോഫി ഭീതിയോടെ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും പ്രതീക്ഷിച്ചതുപോലെ അവൾ നടുങ്ങി വിറച്ചു. ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്താടി നിന്റെ പേര്? സോഫി. ഓ, യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ മകളല്ലേ? അതെ, ഞങ്ങൾ ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളാണ്. നിന്നോട് ഞാൻ ചോദിച്ചോ? ഒപ്പം മുഖം അടച്ചൊരടിയുന്നു. അയാൾ അവളുടെ മുടിക്കുത്തിന് പിടിച്ചുയർത്തി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവളെ അടി നോക്കി. കൊള്ളാം, കൊള്ളാം. സപ്തസമുദ്രം മിഴിയിലൊതുക്കിയ പെണ്ണേ, സാന്ധ്യരാഗം കവിളിൽ ചാർത്തിയ പെണ്ണേ, നൂറ് വസന്ത നിലാവിൽ കുളിച്ച പെണ്ണേ, നിന്നെ താലി ചാർത്തിയതേതൊരു പുരുഷൻ ഭാഗ്യവാനവൻ. അയാൾ അവളെ വലിച്ചടുപ്പിച്ചു. ശബ്ദം കേട്ട് വല്യമ്മ തപ്പിത്തടഞ്ഞെത്തി. സോഫിയേ, എന്താ അവിടെ? ഇറച്ചി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിടിക്കണേ. കാത്തുനിന്ന പടയാളികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അനധികൃതമായി നീ മാംസം കടത്തിക്കൊണ്ടുവന്നു അല്ലേ? ആ ഫ്ലാറ്റ് ആകെ അവർ അരിച്ചു പിറക്കി. എവിടെ തള്ളേ? ഇവള് കൊണ്ടേ വെച്ചതാ സോഫി. കുറച്ചിങ്ങട്ടും തരാൻ പറയും മക്കളെ. തള്ളയുടെ എല്ലില്ലാത്ത നാവ് തെളിവിനത് മാത്രം മതി. നിഷ്ഠൂരരായ ജർമ്മൻ പടയാളികൾ സോഫിയയും കുട്ടികളെയും വലിച്ചിഴച്ച് സ്വസ്തികവാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തെന്തു മോഹങ്ങൾ, എന്തെന്ത് സ്വപ്നങ്ങൾ, എന്തെന്ത് ചിന്താവിവശതകൾ, എന്തിനീ ജീവിതം, ജീവിത സങ്കൽപ്പ സൗഭാഗ്യമെന്നേ പൊഴിഞ്ഞു. കാലന്മാരെ, എന്നെ കൂടി കൊണ്ടുപോയിനടാ. തപ്പിത്തടഞ്ഞെത്തിയ വല്യമ്മ സ്റ്റെയർകേസിന് മുകളിൽ നിന്നും താഴത്തേക്ക് വീണു. സോഫിയത്തെ തടവറയിൽ നൂറുകണക്കിന് തടവുകാർ, കുട്ടികൾ, യുവതികൾ, വൃദ്ധർ, എല്ലാവരും ജൂതവിരോധികളായ ക്രിസ്ത്യാനികൾ. തടങ്കൽ പാളയത്തിന് മേധാവി റുഡോൾഫ് ഹോസ്റ്റൈൻ. അയാൾ പതിവായി പാളയത്തിലെത്തും. സുന്ദരികളായ ഓരോ യുവതികളെ വീതം ചോദ്യം ചെയ്യും. ചോദ്യം ചെങ്ങലെയാണെന്ന് സോഫിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാകും? ഈശ്വര, ജർമ്മനിക്കെതിരായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾ ഹിറ്റ്ലർ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നിട്ടും പതിപോലെ പരിവാര സമേതം ഹോസ്റ്റിൻ കടന്നു വന്നു. എല്ലാവരും തയ്യാറാവുക. തീവണ്ടി കൃത്യസമയത്ത് തന്നെ പുറപ്പെടും. നിങ്ങളിപ്പോ ബിർക്കലയിലേക്ക് പോകുന്നു. ബിർക്കല ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. തടവ് പുള്ളികളെ കുത്തു നിറച്ച തീവണ്ടി ബിർക്കലയെ ലക്ഷ്യമാക്കി പാഞ്ഞു. കരളിൽ തീരെയുന്നു, കണ്ണിൽ ചുടുനീരുതയുന്നു, മരണം മാറി വിളിക്കുന്നു, മൗനം പുകയായി പടരുന്നു, മരണം മാറി വിളിക്കുന്നു, മൗനം പുകയായി പടരുന്നു. സൈനികർ തടവ് പുള്ളികളെ വലിച്ചു പുഴത്തേക്കിട്ടു. ഓടിയെത്തിയ കുട്ടികളെ ഒരു പട്ടാളക്കാരൻ ചവിട്ടി തെറിപ്പിച്ചു. പട്ടികളെ, ദയവ് ചെയ്ത് എന്റെ കുട്ടികളെ എനിക്ക് തരൂ, അല്ലെങ്കിൽ എന്നെ അവരോടൊപ്പം വായിക്കൂ പ്ലീസ്. പട്ടാള മേധാവി അവളോടടുത്തു. ഓ സോഫി, ഡോണ്ട് ക്രൈ. നിങ്ങളെ മുഴുവനായി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ അവരെ ഈ ലോകത്തിന് പോലും ആവശ്യമില്ല. ദാ നോക്കൂ, കണ്ടിട്ടില്ലല്ലോ, അതാണ് ഗ്യാസ് ടേബിൾ. ഞങ്ങൾ ഇവരെ അവിടേക്കാണ് അയക്കുന്നത്. ദയവ് ചെയ്ത് എന്റെ കുട്ടികളോടൊപ്പം എന്നെ വായിക്കൂ. ഓ സോഫി, നിനക്കൊരു കാര്യം ചെയ്യാം. ഒരു കുട്ടിയെ ഒന്നിനെ മാത്രം നിനക്ക് തരാം. ആൺകുട്ടി വേണോ?
പെൺകുട്ടി വേണോ? പറയൂ സുന്ദരി. അവളിൽ നിന്നൊരു ആർത്തനാദമുയർന്നു. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്! അതൊരു ഗർജനമായിരുന്നു. ഇതാ, ഞാൻ അശക്തയാണ്. ജാൻ, ഈവ, എന്റെ പൊന്നും മക്കളെ. തിരഞ്ഞെടുപ്പിന്റെ ക്രൂരമായ നിമിഷങ്ങൾ. സോഫി അവളുടെ കണ്ണുകൾ അടച്ചു. വിരൽ ചൂണ്ടിയത് ജാനി നിരക്കും. ജാൻ അവൾക്കരികിലേക്ക് ഓടി. മുൻപോട്ടാണിവയെ പട്ടാളക്കാരൻ പിടിച്ചു വെച്ചു. കൊണ്ടുപോകൂ. ആ സംഘം ആട്ടിത്തെളിയിക്കപ്പെട്ടു ഗ്യാസ് ചേംബറിലേക്ക്. സൂര്യനും ചന്ദ്രനും താരങ്ങളും അവൾക്കറിയില്ലല്ലോ, അവളും അവളുടെ പാവക്കുട്ടിയും പോകുന്നത് ഗ്യാസ് ചേംബറിലേക്കാണെന്ന്. ലോകം കേട്ട ഏറ്റവും കരുണാമയമായ നിലവിളി. സോഫി ബോധമറ്റ് നിലംപതിച്ചു. വിധി അവളെ വെറുതെ വിട്ടില്ല. അവളുടെ മകൻ ജാനിനെ പോലും അവൾക്ക് ലഭിച്ചില്ല. ഏതെങ്കിലും തടങ്കൽ പാളയത്തിൽ വിശപ്പും രോഗവും അവനെ കാർന്നു തിന്നുന്നുണ്ടാവാം. യുദ്ധാവസാനത്തോടെ സോഫി മോചിതയായി. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഉണ്ണുകയും ഉറങ്ങുകയും സന്തോഷിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു ഭാഗത്ത് ജൂതന്മാർ മാത്രമല്ല, ജൂതന്മാരുടെ ശത്രുക്കൾ പോലും ഗ്യാസ് ചേംബറുകൾക്ക് മുമ്പിൽ മരണത്തിനായി ക്യൂ നിൽക്കുകയായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഹിറ്റ്ലർക്ക് മാത്രമുള്ളതല്ല. ഫാസിസ്റ്റ് ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും പങ്കിട്ടെടുത്തേ മതിയാവും. മാനിഷാദകൾ